പിന്നെ റൈസിൽ കിടന്ന് നന്നായിട്ട് കുക്ക് ആവുന്നുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. പേസ്റ്റ് ചേർത്ത ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട ശേഷം ഏകദേശം 2 മിനിറ്റോളം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കുതിർത്ത് വെച്ചിരുന്ന അരി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഞാൻ 1 തേങ്ങയുടെ പാലാണ് ചേർക്കുന്നത്. നമ്മൾ 1 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 2 ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർക്കാം. ഓൾറെഡി നമ്മൾ അരി കുറച്ചൊന്ന് കുതിർന്നിട്ട്